2027 ഓഗസ്റ്റ് 2 സംഭവിക്കാൻ പോകുന്ന വളരെ റയർ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അതായത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സമയദൈർഘ്യമുള്ളതും കാണാൻ വളരെ ഭംഗിയുള്ളതുമാവാൻ പോകുന്ന ഒരു പൂർണ്ണ സൂര്യഗ്രഹണം. ഈ ഒരു സൂര്യഗ്രഹണം നടക്കുന്ന ദിവസം പകലിൽ ഭൂമി 6 മിനിറ്റിലധികം നേരം ഇരുട്ടിലാവുമെന്നാണ് പറയപ്പെടുന്നത്. വിചിത്രമായ ഈ ഒരു സൂര്യഗ്രഹണം എവിടെ നിന്നൊക്കെ കാണാൻ കഴിയും? കണ്ണുകൾക്ക് കുഴപ്പം വരാതെ എങ്ങനെയൊക്കെ ഇത് കാണാൻ പറ്റും? എന്താണൊരു പൂർണ്ണ സൂര്യഗ്രഹണം? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി തന്നെ നോക്കാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ബിഗിൻ. ആദ്യം നമുക്ക് എന്താണൊരു പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് നോക്കാം. സൂര്യനും ഭൂമിക്കും ഇടയിലായിട്ട് ചന്ദ്രൻ വരികയും സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നത് തടസ്സപ്പെടുകയും ചെയ്യുന്ന സമയത്തിനാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുകയും സൂര്യൻ പൂർണ്ണമായി മറയപ്പെടുകയും ചെയ്യുന്നതിനെയാണ് ഒരു പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ചന്ദ്രൻ സൂര്യനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന സമയത്ത് സൂര്യന്റെ ഏറ്റവും പുറംഭാഗമായ കൊറോണയെ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. സാധാരണ സമയങ്ങളിൽ സൂര്യന്റെ അതിതീവ്രമായ പ്രകാശം കാരണം നമുക്ക് കണ്ണുകൾ കൊണ്ട് അത് കാണാൻ കഴിയാത്തതാണ്. സോ ഇത്തരത്തിൽ ചന്ദ്രൻ പൂർണ്ണമായും സൂര്യനെ കവർ ചെയ്യുന്നത് വളരെ റയറായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഏകദേശം 6 മിനിറ്റും 23 സെക്കൻഡ് വരെയായിരിക്കും പരമാവധി സൂര്യഗ്രഹണം ഉണ്ടാവുക എന്നതാണ് പറയപ്പെടുന്നത്. അടുത്ത 10 പതിറ്റാണ്ടുകളിൽ നടക്കാൻ പോകുന്ന ഏറ്റവും സമയമെടുത്തിട്ടുള്ള ഒരു സൂര്യഗ്രഹണമായിരിക്കും ഓഗസ്റ്റ് 2 നടക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു സൂര്യഗ്രഹണം പൂർണ്ണമായി കാണാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിന്, ജിബ്രാൾട്ടർ, അതുപോലെ തന്നെ വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളായ മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ, ലിബിയ, ഈജിപ്ത്, ലക്സർ എന്നിങ്ങനെയുള്ള ചരിത്രപ്രധാനമായ സ്ഥലങ്ങളിലായിരിക്കും 6 മിനിറ്റിലധികം ഈ ഒരു സൂര്യഗ്രഹണം കാണാൻ കഴിയുക. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായ സൗദി അറേബ്യ, യമൻ, സോമാലിയ എന്നിവിടങ്ങളിലും ഇത് കാണാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. ഈ പറയപ്പെട്ട പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഈജിപ്ത്, ലക്സർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു സൂര്യഗ്രഹണം കാണുന്നതിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്താൻ സാധ്യതയുണ്ടെന്നും ഈ ഒരു സൂര്യഗ്രഹണം ഒരു വലിയ ടൂറിസ്റ്റ് സാധ്യത കൂടിയായി മാറുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഒരു സൂര്യഗ്രഹണം കാണാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്ന സമയത്ത് സുരക്ഷ വളരെ പ്രധാനമാണ്. ഗ്രഹണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യനിലേക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഡയറക്റ്റ് നോക്കുന്നത് കണ്ണിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ചില സമയത്ത് കാഴ്ചശക്തി വരെ പോകുന്നതിന് കാരണമായേക്കാം. മാത്രമല്ല ഒരു കാരണവശാലും നമ്മുടെ സാധാരണ സൺഗ്ലാസുകൾ വെച്ചുകൊണ്ടൊന്നും സൂര്യഗ്രഹണം കാണാൻ പാടില്ല. സുരക്ഷിതമായി സൂര്യഗ്രഹണം കാണുന്നതിന് പ്രധാനമായും 2 വഴികളാണുള്ളത്. ഒന്നാമതായി ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള എക്ലിപ്സ് ഗ്ലാസസ് ഉപയോഗിച്ചുകൊണ്ട് കാണുക എന്നതാണ്. ഏറ്റവും സുരക്ഷിതവും എളുപ്പവുമുള്ള മാർഗമാണിത്. മാത്രമല്ല ഇത്തരം ഗ്ലാസുകൾക്ക് 99% സൂര്യപ്രകാശത്തെ തടയാനും കഴിയും. രണ്ടാമതായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ടെലസ്കോപ്പുകളോ അല്ലെങ്കിൽ ബൈനോക്കുലറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാണുകയാണ്. പക്ഷേ അങ്ങനെ കാണുകയാണെങ്കിൽ പോലും അവയുടെയൊക്കെ മുൻപിൽ സോളാർ ഫിൽറ്റേഴ്സ് വെക്കേണ്ടത് നിർബന്ധവുമാണ്. പക്ഷേ 2027 ഈ ഒരു പൂർണ്ണ സൂര്യഗ്രഹണം നമ്മുടെ രാജ്യത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഗ്രഹണത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രം ഇന്ത്യയുടെ സൗത്ത് ഭാഗങ്ങളിൽ നിന്ന് കാണാൻ കഴിയുമെങ്കിലും പൂർണ്ണമായി നിങ്ങൾക്ക് ഒരു സൂര്യഗ്രഹണം കാണണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പോകേണ്ടതായിട്ട് വരും. 2027 ഈ ഒരു സൂര്യഗ്രഹണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയുന്ന മറ്റൊരു പൂർണ്ണ സൂര്യഗ്രഹണം വരാൻ പോകുന്നത് 2034 കണക്കുകൾ പറയുന്നത്. സോ 2027 ഓഗസ്റ്റ് 2 കലണ്ടറിൽ ഒരു പ്രധാന ദിവസമായി മാറും. ഈ ഒരു ഗ്രഹണം കാണാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കുക. സോ 2027 ഓഗസ്റ്റ് 2 നടക്കാൻ പോകുന്ന ഈ ഒരു പൂർണ്ണ സൂര്യഗ്രഹണത്തെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് കുറച്ച് നാളുകളായി നമ്മുടെ നാട്ടിൽ തുടരെ അതിശക്തമായ മഴയും കാറ്റുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മഴക്കാലത്തും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു പേരാണ് മുല്ലപ്പെരിയാർ ഡാം. ഇത്തരത്തിൽ തുടർച്ചയായി അതിശക്തമായ മഴകൾ പെയ്യുന്ന സമയത്ത് നിലവിലെ ഡാമിന്റെ സാഹചര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിലവിലെ ഡാമിന്റെ അവസ്ഥയെക്കുറിച്ച് വിശദമായി പറയുന്ന, അതുപോലെ തന്നെ നമ്മളെല്ലാം സുരക്ഷിതരാണോ എന്ന കാര്യം കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാം. സോ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.